ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. നമ്മുടെ 1UI 7 ബീറ്റ നമ്മുടെ S23 സീരീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ. അതിലത്തെ നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റ്, അതായത് ബീറ്റ 6 ഒക്കെയാണെന്നുണ്ട്, വേർഷൻ 6 ആണെന്നുണ്ട് ബീറ്റയുടെ. അതിപ്പോൾ ആക്ച്വലി ലോഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ S23 സീരീസുകൾക്കും S24 സീരീസുകൾക്കും എല്ലാത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് 2 ദിവസം മുമ്പ് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓൾറെഡി ബീറ്റ വേർഷനിൽ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്ന് വെച്ചാൽ നമുക്ക് മുമ്പത്തെ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്, അത് ചെറിയ ബഗ് ഉണ്ടായിരുന്നില്ല, കുറച്ച് ഇഷ്യൂ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഫിക്സ് ആയിട്ടുണ്ട് ക്യാമറയിലൊക്കെ. അതല്ലാത്ത പക്ഷെ ഞാനിപ്പോൾ ഈ വേർഷനിൽ ചെറുതായിട്ടൊരു ബഗ് കണ്ടത്, ചില സമയത്ത് സാധനം സ്റ്റക്ക് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫുള്ളി സ്റ്റക്ക് അല്ല, ചില ആപ്പ് എടുക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് നമ്മുടെ മെസ്സേജ് ഒക്കെ ആപ്പ് എടുക്കുമ്പോൾ സ്റ്റക്ക് ആവുന്നുണ്ട്. പിന്നെ നമുക്കത് നമ്മുടെ ഹോം ബട്ടൺ അമർത്തിയാൽ പോവും, അല്ലാണ്ട് റെഗുലറായിട്ട് ഫുൾ സ്റ്റക്ക് അല്ല പറയുന്നത്. ചില ആപ്പിൽ അത് ഞാൻ 2 ദിവസമായിട്ട് ഇപ്പോൾ 2-3 വട്ടമായിട്ട് നോട്ടീസ് ചെയ്തു, അത്രേ ഉള്ളൂ. അതെന്തായാലും ഞാൻ അടുത്തേലും മാറും സുഖമായിട്ട്. എന്താ ബീറ്റ വേർഷൻ ആണല്ലോ, അപ്പോൾ ബീറ്റ വേർഷനിൽ നമ്മൾ എന്താ പറയുക, അതിൽ ബഗ് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റിൻ്റെ പേജ് ഞാൻ കാണിച്ചു തരാം. ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു 1.2 ഒക്കെ നമുക്ക് സൈസ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നമുക്ക് കുറച്ച് അവർ ഫീച്ചേഴ്സ് സംഭവങ്ങളൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആ അപ്ഡേറ്റ് പേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ന്യൂ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രസ് ആൻഡ് ഹോൾഡ് ദ സൈഡ് ബട്ടൺ ടു ലോഞ്ച് ഡിജിറ്റൽ അസിസ്റ്റൻറ്റ്. അതായത് അമർത്തി പിടിച്ചാൽ നമുക്ക് ഇനി ജെമിനി വരും. കോൾ റെക്കോർഡിംഗ് സമ്മറി കൺവേർട്ടഡ് ഇൻറ്റു ടെക്സ്റ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റിക്കേഴ്സ് ആൻഡ് ഇമേജസ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. സമ്മറൈസ് വെബ് പേജസ് ഓപ്ഷനും വന്നിട്ടുണ്ട്. അത് അപ്പോൾ ഗാലക്സി എയിലത്തെ കുറച്ച് ഫീച്ചേഴ്സാണ്. പിന്നെ ബഗ് ഫിക്സ് ചെയ്ത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഡ്ജറ്റ് ലെറ്റേഴ്സും ഓവർലാപ്പിംഗ് വരുന്നത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇംപ്രൂവ് ഡിസ്പ്ലേ ഡ്യൂറിങ് റൂട്ടീൻ എക്സിക്യൂഷൻ സമയത്തുള്ളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇംപ്രൂവ് മ്യൂസിക് കൺട്രോൾ UI ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഫിക്സ് NFC ടാഗ് നോട്ട് റെക്കഗ്നൈസ്ഡ് വിത്ത് കവർ ക്ലോസ്ഡ്, അത് ഇഷ്യൂസും ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതർ മെനി ഇംപ്രൂവ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഏപ്രിലത്തെ സെക്യൂരിറ്റി പാച്ച് ആയിട്ടാണ് നമുക്ക് ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും ഇതിൻ്റെ ഒഫീഷ്യൽ സ്റ്റേബിൾ വേർഷൻ നമുക്ക് എന്തായാലും ഏപ്രിൽ 7 തൊട്ട് അവർ പുറത്തേക്ക് വിട്ടു തുടങ്ങും. അതായത് S24 സീരീസുകൾക്കും S24 FE സീരീസുകൾക്കും Z സീരീസ് 6th എഡിഷനിലേക്കൊക്കെയാണ് ഇത് ആദ്യമായിട്ട് വരാൻ പോകുന്നത്. നമ്മുടെ ഏപ്രിൽ 2nd വീക്ക് തൊട്ട് മിക്കതും അതിനൊരു ആഴ്ച ശേഷമായിരിക്കും നമ്മുടെ S23 സീരീസുകൾക്കും S23 FE സീരീസുകൾക്കും ഇത് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്റ്റേബിൾ വേർഷൻ ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. ആരെങ്കിലൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പക്ഷേ ഞാൻ എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ പ്രത്യേകിച്ച് S23 സീരീസ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് എയറിൻ്റെ ആണെങ്കിൽ ഒന്ന് റിസ്ക് എടുത്തിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നാൽ തന്നെ നിങ്ങളത് വിടരുത്, ലീഗലി മൂവ് ചെയ്യണം. ഇപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ സാംസങ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എനിക്ക് കുറേ പേര് ഇപ്പോൾ മെസ്സേജ് ഉണ്ടായിരുന്നു, അവർക്ക് മാർക്ക് കിട്ടി വന്നിട്ട് ഞാൻ ഓൾറെഡി അതിൻ്റെ എങ്ങനെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വീഡിയോ ഉണ്ടെന്ന് കാണാത്തൊരു മറക്കണ്ട. എന്നുവെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ ഡയറക്റ്റ് കസ്റ്റമർ കെയറിൽ പോയിട്ട് കാര്യമില്ല. ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് പറഞ്ഞാണെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, അതൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ലീഗലി മൂവ് ചെയ്യാൻ നോക്കുക, അല്ലാണ്ട് നമുക്ക് ഇതിന് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറേ വീഡിയോയിൽ പറയുന്നു, അപ്പോൾ ഞാൻ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും ആരെങ്കിലൊക്കെ ഇത് നമ്മുടെ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ ഇതിലും മുഖ്യതും അടുത്തത് ഡയറക്റ്റ് സ്റ്റേബിൾ വേർഷൻ കിട്ടാനാണ് ചാൻസ്. എന്ന് വെച്ചാൽ സാംസങ് സെപ്പറേറ്റ് ബീറ്റ അപ്ഡേറ്റ് സംഭവം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. സെയിം ഒരു അപ്ഡേറ്റ് ഓപ്ഷനിൽ മാത്രമാണ് അവർ കൊടുക്കുന്നത്. ഞാൻ ആക്ച്വലി കസ്റ്റമർ കെയറിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്ന പറഞ്ഞത് സ്റ്റേബിൾ വേർഷനിലേക്ക്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഐഫോണിലെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഐഫോണിൽ കാണിച്ചു തരാം. ഐഫോണിൽ ഞാൻ ആക്ച്വലി ഇവരുടെ ബീറ്റ പ്രോഗ്രാമിൽ ജോയിൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഐഫോണിൽ ഇപ്പോൾ iOS എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട് കണ്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബീറ്റ അപ്ഡേറ്റ് വരില്ല, അപ്പോൾ സ്റ്റേബിൾ അപ്ഡേറ്റ് വരും. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സാംസങ്ങിൽ അങ്ങനെ ഇല്ല. അതുപോലെ നമ്മൾ പറഞ്ഞു, ഞാൻ ആക്ച്വലി ഒരു ചോദിച്ചിരുന്നു, ഇനിയിപ്പോൾ നമ്മൾ ഡീറോൾ അല്ലെങ്കിൽ എൻറോൾ ചെയ്തൊക്കെ എന്ത് ക്യാൻസൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ വേണ്ടെന്ന് ആവശ്യമില്ല പറഞ്ഞാൽ സ്റ്റേബിൾ വേർഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അത് ചെയ്യുന്നില്ല. അപ്പോൾ ആരെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ഇതുപോലെ ബീറ്റ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത വീഡിയോ കാണാം.